എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. വീഡിയോ കേട്ടിട്ട് ഒരുപാട് ദിവസമായി. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. എപ്പോഴത്തെയും പോലെ എല്ലാ മാസവും നമുക്ക് ഷോപ്പിങ്ങിനായിട്ടൊരു ദിവസം കണ്ടെത്തണമല്ലോ. അങ്ങനെ ഈ മാസം 3ാമത്തെ പോക്കാണ് കേട്ടോ. ആദ്യം തന്നെ മൊബൈലിനൊരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് കരുതി ഉള്ളതിൽ വെച്ച് നല്ലൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഗ്ലാമറൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒരു സ്ക്രീൻ കാർഡ് കൂടെ ഇട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഒരു എയർപോർട്ട് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് സുന്ദരക്കുട്ടപ്പനാക്കി എൻ്റെ ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫോണിലാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാറ്. ഇത് നമ്മൾ കോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വീഡിയോ എടുക്കാൻ ഞാൻ വേറെ ഫോണാണ് യൂസ് ചെയ്യാറ്. ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഗംഭീര ചൂടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ചൂടില്ല എന്ന് തന്നെ പറയാം. ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നത്. ഇവിടെ ഇവർ അത്യാവശ്യം വെള്ളമൊക്കെ കൊടുത്ത് പച്ചപ്പ് നിലനിർത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കണ്ടോ അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. ഞാനങ്ങനെ ഈ സൗദി അറേബ്യയിൽ എത്തിയിട്ട് 6 മാസം തികഞ്ഞു കേട്ടോ. എല്ലാവരും ചോദിക്കും ഇവിടെ നിങ്ങൾ 3 പേരുമായിട്ട് എങ്ങനെ നേരം പോകുന്നതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ദിവസം എത്ര പെട്ടെന്നാണ് പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നെ നമുക്കായിട്ടൊരു സ്പേസ്, ഏട്ടനും ഞാനും മോനും അങ്ങനെ 3 പേരും മാത്രമായിട്ടൊരു ലോകം, അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ. എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചോ? അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നേ. നമ്മളിപ്പോൾ പോകുന്നത് മദീനയിലോട്ടാണ്. എളുപ്പം മദീനയിലോട്ട് പോകാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മദീനയിലോട്ടാണ് പോകുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് തേങ്ങയാണല്ലോ മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കുക. തേങ്ങ, നാളികേരം. ഞങ്ങൾ നാളികേരത്തിന് തേങ്ങ എന്നാണ് കേട്ടോ പറയുക. അതാ ഞാൻ തേങ്ങ എന്ന് പറഞ്ഞേ. അപ്പോൾ നാളികേരം എന്തായാലും നമുക്ക് വാങ്ങിക്കണം. മദീനയിലാണെങ്കിൽ നാളികേരം നമുക്ക് ചിരവി തരും. ലുലുലും നെസ്റ്റോലും ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇത് നാളികേരം വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിത് ചിരവി തരും, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് തരും. ലുലുലും നെസ്റ്റോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും. മദീനയിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മദീനയിലോട്ട് പോകുന്നത്. നാളികേരം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ചിരവി തരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ കഷ്ണമൊക്കെ നുറുക്കി അത് അരച്ചെടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ. എല്ലാ ദിവസമൊന്നും നമ്മൾ നാളികേരം യൂസ് ചെയ്യില്ല കേട്ടോ. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുകിയ നാളികേരമാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് നാളികേരം കട്ടയാക്കി അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടും അങ്ങനെയും പുട്ടുണ്ടാക്കാം. പക്ഷേ ഇത് നമുക്ക് സൗകര്യമായിട്ടുള്ളപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. മെട്രോ ട്രെയിനൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സർവീസ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് നമുക്കൊരു പണി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയേ പറയാം. ഈ വീഡിയോ നമ്മൾ സെപ്റ്റംബർ 2-ാം തീയതി എടുത്തതാണ്. നേരത്തെ സ്ക്രീൻ ഗാർഡ് മാറ്റുമ്പോൾ അതിൽ സമയം കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഷോപ്പിങ്ങിന് വരുമ്പോൾ മെയിനായിട്ട് നോക്കുക നമ്മൾ എന്തൊക്കെ ഓഫറാണ് അന്നത്തെ ദിവസം അവിടെ ഉള്ളതെന്നാണ് കേട്ടോ. സെപ്റ്റംബർ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ഈ 3 ദിവസവും മദീനയിൽ നല്ല ഓഫേഴ്സ് ആയിരുന്നു. 2-ാം തീയതി വന്ന കാരണം ആ കാണുന്ന ഐറ്റംസിനൊക്കെ 2 റിയാൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ അജുവിനിതാ ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ 50-50, ഇത് നാട്ടിൽ നിന്നൊക്കെ അവൻ കഴിക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. എപ്പോഴെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കുമെങ്കിലും ആ ബിസ്ക്കറ്റാണ് കേട്ടോ അവൻ അധികം വാങ്ങിക്കാറ്. അതുകൊണ്ട് അതെടുത്തു. അതുപോലെ മാങ്ങയൊക്കെ വെറൈറ്റി മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് എല്ലാറ്റിനും കുറച്ചായിട്ട് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കൊഞ്ച് വാങ്ങിച്ചു. ഇത് ചക്കരക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ്, അത് വാങ്ങിച്ചു. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ ചെറിയ ഉള്ളി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറിയ ഉള്ളി വാങ്ങാതെ മറന്നു പോയതാണ് കേട്ടോ. കണ്ടില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ നാളികേരം ഞാൻ പറഞ്ഞുവല്ലോ, നാളികേരം എടുത്ത് ചിരവാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എടുത്ത സാധനങ്ങൾ ഞങ്ങൾ താഴെ വെച്ച് മുകളിലോട്ട് പോയി. അതാണ് കേട്ടോ ഏറ്റവും വലിയ അബദ്ധം. അവിടെ പറയാതെയാണ് ഞങ്ങൾ പോയത്. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അജുവിൻ്റെ സെക്ഷനല്ലേ, ടോയ്സും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ. അതുകൊണ്ട് തന്നെ വിചാരിച്ചേക്കാട്ടിലും സമയം മുകളിൽ ചിലവായി കേട്ടോ. താഴെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് പോന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലേ. അത് തന്നെ സംഭവം. താഴെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അവർ ഞങ്ങൾ എവിടുന്നാണോ എടുത്ത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൂസ് വാങ്ങി, അതുപോലെ ഡ്രസ്സ് എടുത്തു. അങ്ങനെ പല സാധനങ്ങളും മുകളിൽ നിന്ന് ഞങ്ങൾ എടുത്തു. ഒരുപാട് ടൈം എടുത്തിട്ടാണ് താഴെ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാധനങ്ങൾ അവരെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരുടെയെന്ന് അറിയാത്ത കാരണമായിരിക്കും ഞങ്ങളവിടെ പറയാൻ വിട്ടുപോയതായിരുന്നു. അല്ലെങ്കിൽ അവരതെടുത്ത് മാറ്റില്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള തെറ്റാണ്. എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് ദേഷ്യം വന്നു ആ സമയത്ത് കേട്ടോ. താഴെ അത്രയും നേരം ചിലവാക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അതവർ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. പിന്നെ ഞങ്ങൾക്ക് ആലോചിച്ചപ്പോൾ മനസ്സിലായി അവരുടെ കയ്യിലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അവരോട് അവിടെ പറയാതെ ഒരുപാട് പേര് ഇതേപോലെ ട്രോളിയോടെ വെച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ അവിടെ നടക്കാൻ കൂടെ സ്ഥലം ഉണ്ടായി കാണില്ല. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് എത്തിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഓണായ കാരണമായിരിക്കും, ഓണത്തിന് മുൻപാണല്ലോ ഞങ്ങൾ വന്നത്. നെസ്റ്റോയിൽ പോകുന്ന സമയത്തൊക്കെ ഡ്രസ്സുകൾ സെലക്ഷൻ കുറവായിരിക്കും, പക്ഷേ മദീനയിൽ അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഓരോ കൂട്ടി ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഏട്ടൻ പാൻറ്റ് മാത്രമേ എടുത്തുള്ളൂ, ഏട്ടൻ ഷൂ എടുക്കാനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു മലയാളം പാട്ട് കേട്ടത്. എവിടുന്നാ നോക്കിയപ്പോഴാണ് ആ ഏട്ടൻ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മലയാളം പാട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. അത് മാത്രമല്ല, ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ മുഴുവൻ മലയാളീസ് ആയിരുന്നു. ഈ പാട്ട് വെച്ചപ്പോൾ എല്ലാവരും നോക്കുന്നത് അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ വീണ്ടും താഴോട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ സത്യം മനസ്സിലാക്കിയത്. നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം എന്തൊക്കെയാണ് എടുത്തതെന്ന് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ റൗണ്ട് നടന്ന് ആവശ്യമുള്ളതൊക്കെ വീണ്ടും എടുത്തു. കയറുമ്പോൾ നമ്മളൊരു ഓഫർ കണ്ടുവല്ലോ, ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ 2 റിയാലിൻ്റെ സാധനങ്ങൾ, അങ്ങനെ ഒരു ബോട്ടിലും അതുപോലെ ആ മുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 റിയാലിന് 5 കിലോ പഞ്ചസാരയാണെന്നാണ് തോന്നുന്നത്. പഞ്ചസാര നമ്മുടെ വീട്ടിലുള്ള കാരണം നമ്മളിപ്പോൾ അത് എടുത്തില്ല കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര വീട്ടിലുണ്ട്, അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. അജ് നോക്കുന്ന എന്താണെന്നറിയോ, അവൻ്റെ സാധനങ്ങൾ ഏത് കവറിലാണ് വെച്ചെന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നാലല്ലേ വണ്ടി പോയിട്ട് ആ കവർ മാത്രം എടുത്ത് അവൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റുമോ. ഇവിടെ പിന്നെ മദീനയുടെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഡിസ്കൗണ്ടൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് പോയത് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. പിന്നെ ഇവിടെ നിന്ന് കഴിച്ച് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചങ്ങ് പോവാണ്. പോകുന്ന സമയത്ത് നട്ടുച്ച സമയമാണ് കേട്ടോ. ഏകദേശം ഒരു 1:30-1:45 ആയി കാണും. ഇപ്പം എൻ്റെ അജുവിൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, വീട്ടിലെത്തിയിട്ട് വേണം എൻ്റെ ആ കളിപ്പാട്ടൊന്ന് പൊട്ടിച്ച് നോക്കാൻ. എപ്പോഴും അങ്ങനെയാണ്. ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവിടുന്ന് അവന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മളവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് പോകണം, അതാണ് കേട്ടോ അവൻ്റെ പോളിസി. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഫുഡ് വാങ്ങി നേരെ വീട്ടിലെത്തി തുറന്ന് നോക്കുമ്പോഴാണ് ഈ കാർ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊരു സ്ക്രൂ ഉണ്ട്, 4 സ്ക്രൂ അഴിച്ചെടുക്കണം. അതിന് ഞങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്ത് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനത് ഊരിയെടുത്തു കേട്ടോ. കത്തി വെച്ചും എന്തൊക്കെയോ ചെയ്ത് ഊരിയെടുത്തു. അച്ഛൻ വരുമ്പോൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ പോയത്. അതുവരെ കാത്തിരിക്കാനുള്ള സമയം വേണ്ടേ, എനിക്ക് അത്രയും ഇല്ലായിരുന്നു അത് ഊരിയെടുക്കാൻ എനിക്കൊരാഗ്രഹം. അങ്ങനെ പിന്നെ എന്തൊക്കെയോ ചെയ്ത് ഊരിയെടുത്തു. അതുപോലെ ഇതാ നാളികേരം നല്ല നൈസായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള നല്ല നാളികേരമാണേ. എല്ലായിടത്തും ഇതുപോലെ നല്ല നാളികേരം കിട്ടിക്കൊള്ളണമെന്നില്ല. മദീനയിൽ നല്ല നാളികേരമാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെറിയ കവറിലാക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചു കേട്ടോ. ആവശ്യത്തിന് മാത്രമുള്ളത് ഞാൻ ഫ്രീസറിലാണ് വെക്കുക. ചെറിയ കിഴിയാക്കി കെട്ടി ഞാൻ ഫ്രീസറിൽ വെച്ചു. ഓരോ കറിക്ക് ആവശ്യമുള്ളത് നമുക്കൊരു കണക്കുണ്ടല്ലോ, അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ കേട് വരുമില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്ത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഇത് തുറന്ന് കാണിക്കാനാണ് കേട്ടോ കൂടുതൽ സന്തോഷം. അമ്മ വീഡിയോ എടുക്കുക, ഞാൻ ഇതൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മമ്മയ്ക്കും മാമമാർക്കും ഒക്കെ കാണിച്ചു കൊടുത്താലേ അവന് സമാധാനമാവുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുക, അവർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ അമ്മ യൂട്യൂബിൽ ഇട്ടോ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറയുന്നത്. ഇവൻ്റെ സാധനം തന്നെ നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു വലിയ പെട്ടി കെട്ടാനുള്ളതുണ്ട് കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളും കുറേ കാര്യങ്ങളൂടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടെ നാട്ടിലെത്തിക്കണ്ടേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.